റാം കെയർ ഓഫ് ആനന്ദ് എന്ന നോവലിൻ്റെ 39-ാം ഭാഗം. അതുപോലെ തന്നെ മല്യയുടെ ശരീരം അതിനടുത്തുള്ള കുപ്പത്തൊട്ടിൽ അവന്മാർ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഏരിയയിലെങ്ങും തെളിവുകൾ ലഭിക്കാൻ തക്കവണ്ണമുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്തൊക്കെയായാലും നാളെ വരെ നമുക്ക് കാത്തിരുന്നേ മതിയാകൂ, റാം പാട്ടിയെ സമാധാനപ്പെടുത്തും പോലെ പറഞ്ഞു. അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയും കേട്ടുകൊണ്ടിരുന്നതല്ലാതെ ആനന്ദി അഭിപ്രായം ഒന്നും തന്നെ പറഞ്ഞില്ല. പാട്ടി അലമാരയിൽ നിന്നും ഒരു ടവലും ഒപ്പം ആനന്ദിയുടെ ഡയറിയും എടുത്തു കൊണ്ടുവന്നു. രേഷ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ തല തോർത്തി കൊടുത്തിട്ട് ആ ഡയറി അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഡയറി കയ്യിലേക്ക് കിട്ടിയതും രേഷ്മ വേഗത്തിൽ അതും കൊണ്ട് ടേബിളിനരികിലേക്ക് നടന്നുപോയി. പാട്ടിയുടെ കയ്യിൽ നിന്നും ടവൽ വാങ്ങി സ്വയം തല തുടച്ചിട്ട് വെട്രിയും രേഷ്മക്കരികിലേക്ക് ചെന്നു. റാമിൻ്റെ തല കൂടി തോർത്തിക്കൊടുത്ത ശേഷം പാട്ടി ആനന്ദി ഇരുന്ന കസേരക്കരികിലേക്ക് ചെന്ന് അവളുടെ തലയും നന്നായി തോർത്തി. പാട്ടി അവൾക്കരികിൽ നിന്നും മാറിയതും റാം ആനന്ദിയെ ശ്രദ്ധിച്ചു. ഒരു പുസ്തക വായനയ്ക്ക് ശേഷം അതിൻ്റെ വായനക്കാരിൽ നിന്നും അഭിപ്രായം അറിയുവാൻ കാത്തിരിക്കുന്നത് പോലെ അവൾ വെട്രിയും രേഷ്മയും ഡയറി വായിച്ചു കഴിയുവാനായി കാത്തിരിക്കുന്നത് പോലെ റാമിന് തോന്നി. അവൻ പോക്കറ്റിൽ നിന്നും കുതിർന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അവൾക്ക് നേരെ നീട്ടി. അവളത് കയ്യിൽ വാങ്ങി ചുരുട്ടി പിടിച്ചുകൊണ്ട് റാമിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് വെട്രിയുടെയും രേഷ്മയുടെയും നേർക്ക് വിരൽ ചൂണ്ടി. അത് തമിഴല്ലേ മോളെ, റാം അതെങ്ങനെ വായിച്ച് മനസ്സിലാക്കാനാണ്? നീ എൻ്റെ കൂടെ അടുക്കള വരെ ഒന്ന് വാ മോനെ, നിങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ട് ആരും ഒന്നും കഴിച്ച ലക്ഷണം കാണുന്നില്ല. പാട്ടി അതും പറഞ്ഞ് മുറിയിൽ നിന്നും അടുക്കളയിലേക്ക് തിരിഞ്ഞു. റാം ആനന്ദിയുടെ നെറുകയിൽ നിന്ന് തലോടിയിട്ട് പാട്ടിയുടെ പിന്നാലെ അടുക്കളയിലേക്ക് പോയി. റാം പോയതും ആനന്ദി അവൻ്റെ നനഞ്ഞ കാൽപ്പാടുകളിൽ പതിയെ കാലെടുത്ത് വെച്ചു. പാട്ടി മധുരപലഹാരങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ആനന്ദിയുടെ ഡയറിയിലെ കാര്യങ്ങൾ വിശദീകരിച്ചു. റാം അത് ശ്രദ്ധയോടെ കേട്ടു. പുറത്തു പെയ്യുന്ന മഴയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു. ഡയറി വായിച്ചു തീർത്ത ടേബിളിനരികിൽ നിന്നും കലണ്ടർ കിടക്കുന്ന ജനലരികിലേക്ക് രേഷ്മ നടന്നുപോയി. ചൂണ്ടുവിരൽ കലണ്ടറിന് മുകളിലൂടെ ഓടിച്ചുകൊണ്ട് അന്നത്തെ തീയതി അവൾ പരിശോധിച്ചു. ജനുവരി 8. അവൾ വേഗത്തിൽ ആനന്ദിയുടെ അരികിലേക്ക് നടന്നു ചെന്നു. അപ്പോൾ ഇനി 4 ദിവസം കൂടി നീ ചെന്നൈയിലുള്ളോ? അത്ഭുതത്തോടെ രേഷ്മ ആനന്ദിയോട് ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടതും ആനന്ദി ഒന്ന് പുഞ്ചിരിച്ചു. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഈ നഗരം വിടാനായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെയായിരുന്നുവെങ്കിൽ കേരളത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡയറിയുടെ കാര്യം നിങ്ങളോട് വിളിച്ചു പറയുമായിരുന്നുള്ളൂ. പക്ഷേ നീ അതിനെല്ലാം ഓവർടേക്ക് ചെയ്തു, ആനന്ദി രേഷ്മയെ നോക്കി പറഞ്ഞു. എൻ്റെ ഭാഗത്ത് നിന്ന് നിന്നെ ബാധിക്കുന്ന ഒരു തെറ്റ് സംഭവിച്ചു, അത് ശരി തന്നെ. പക്ഷേ ഏതോ ഒരാൾ പറഞ്ഞെന്ന് വെച്ച് ബോട്ടിൽ കയറി ഓസ്ട്രേലിയക്ക് പോകാനും മാത്രം വിഡ്ഢിയാണോടി നീ? അല്ല, എന്താ നീ കരുതിയേക്കുന്നത്? ഒരു ബോട്ടിൽ കയറി പോകാനും മാത്രം ഓസ്ട്രേലിയ കേരളത്തിന് തൊട്ടടുത്താണെന്നോ? രേഷ്മ തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തേക്ക് എടുത്തു. അതല്പം നനഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അവൾ ചൂണ്ടുവിരൽ പിന്നിലായി വെച്ചപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് മൊബൈൽ സ്ക്രീൻ ഓണായി. എന്നിട്ട് ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ കേരള ടു ഓസ്ട്രേലിയ എന്നവൾ സെർച്ച് ചെയ്തു. റിസൾട്ടായി 7404 കിലോമീറ്റർ എന്ന് വന്നപ്പോൾ മൊബൈൽ സ്ക്രീൻ ആനന്ദിയുടെ നേർക്ക് അവൾ പിടിച്ചു. അപ്പോഴേക്കും വെട്രിയും ഡയറി വായന കഴിഞ്ഞ് അവർക്കരികിലേക്ക് വന്നെത്തിയിരുന്നു. അവൻ്റെ മുഖത്തും പലതരം സംശയങ്ങളുടെ ഭാവമായിരുന്നു. നീ ഇത് കണ്ടോ? 7404 കിലോമീറ്റർ. കന്യാകുമാരിയിൽ നിന്നും ജമ്മു കാശ്മീർ വരെ പോകാൻ 3000 ചില്ലുവാനം കിലോമീറ്റർ മാത്രം മതി. ഇതിപ്പോൾ ഇന്ത്യയുടെ ഇരട്ടി വലിപ്പത്തേക്കാൾ ദൂരമുണ്ട്. അതും കോസ്റ്റ് ഗാർഡിൻ്റെ കണ്ണ് വെട്ടിച്ച് ആരോ വിടുന്ന ഏതോ ബോട്ടിൽ. അഥവാ ഇങ്ങനെയൊരു ബോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ ആഴക്കടൽ ഇത്രയും ദൂരം താണ്ടി അതെങ്ങനെ ഓസ്ട്രേലിയ വരെ ചെല്ലുമെന്ന് നീ പറ, രേഷ്മ രോഷത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും പാട്ടി റാമും അടുക്കളയിൽ നിന്നും മുറിയിലേക്ക് വന്നിരുന്നു. പാട്ടി പലഹാരത്തിൻ്റെ പ്ലേറ്റ് കൊണ്ടുവന്ന് രേഷ്മയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ സാധാരണ ആർത്തിയോടെ ഇതിൽ കൈയിട്ട് വരാറുള്ള രേഷ്മ ആ പ്ലേറ്റ് കട്ടിലേക്ക് വെച്ചിട്ട് വീണ്ടും ആനന്ദിയിലേക്ക് തിരിഞ്ഞു. അവളുടെ മുഖത്ത് അപ്പോഴും ഒരു ചോദ്യഭാവം അവശേഷിച്ചിരുന്നതിനാൽ ആനന്ദി അവളെ തനിക്ക് സമീപം കിടന്നിരുന്ന കസേരയിലേക്ക് പിടിച്ചിരുത്തി. രേഷ്മയെ, നമുക്കൊക്കെ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. അവർ ആദ്യമായല്ല ഇങ്ങനെ ആളുകളെ കടലിൽ കടത്തുന്നത്. കടൽ യാത്രയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ പോലും അവരുടെ പക്കൽ മരുന്നുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ദിവസത്തോളം എക്സ്പയറി ഡേറ്റുള്ള ലഘുഭക്ഷണ സാധനങ്ങളായിരിക്കും യാത്രയിലെ ഞങ്ങളുടെ ആഹാരം. പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കണ്ണു വെട്ടിച്ച് ഇന്ത്യയുടെ സമുദ്രാതിർത്തി താണ്ടിയാൽ പിന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ അതിർത്തിയിലേക്ക് പോകാതെ തന്നെ ലോകമഹാസമുദ്രത്തിലേക്ക് ഞങ്ങളുടെ ബോട്ട് കടക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേൽ ഒരു രാജ്യത്തിനും അധികാരമില്ല. അവിടെ നിന്നും കൃത്യമായി ദ്വീപ് രാഷ്ട്രമായ ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങളുടെ ബോട്ട് സഞ്ചരിക്കും. ഏകദേശം 40-45 ദിവസം കൊണ്ട് ഓസ്ട്രേലിയയുടെ തന്നെ ഭാഗമായ ക്രിസ്മസ് ദ്വീപിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂട്ടത്തോടെ ഞങ്ങൾ പോലീസിൽ കീഴടങ്ങും. അതുകഴിഞ്ഞുള്ള കുറച്ചു കാലം കുടിയേറ്റക്കാർക്കുള്ള സെല്ലിൽ കഴിയേണ്ടി വന്നേക്കും. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അമർദാസ് നോക്കിക്കൊള്ളും. അയാൾക്ക് ഞാൻ 1,00,000 രൂപ കൂടി കൊടുക്കുവാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തവണയായി കൊടുത്തു തീർത്തു. ഇനി എനിക്ക് സമാധാനമായി യാത്ര ചെയ്യാം, ആനന്ദി സൗമ്യമായി പറഞ്ഞു നിർത്തി. എങ്കിലും കടലല്ലേ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? അവൾ പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ രേഷ്മ ചോദിച്ചു. സംഭവിച്ചാൽ അങ്ങ് സംഭവിക്കും. ഒന്നും സംഭവിക്കാതെ ജീവിതം ഇങ്ങനെ തുടരുന്നത് നല്ലതല്ലേ എന്തെങ്കിലും സംഭവിക്കുന്നത്? ആനന്ദി അത് പറഞ്ഞുകൊണ്ട് വീണ്ടും നന്നായി പുഞ്ചിരിച്ചു. അതുവരെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന വെട്രി അപ്പോൾ അവരുടെ സംസാരത്തിൽ ഇടപെട്ടു.
ഞങ്ങളാരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോരെ ആനന്ദി ഈ സാഹസം. ഓസ്ട്രേലിയന് വിസ കിട്ടിയാൽ ഞങ്ങൾക്ക് നിയമപരമായി അവിടേക്ക് പോകാമല്ലോ. അതിപ്പോൾ ടൂറിസ്റ്റ് വിസയാണെങ്കിൽ പോലും കിട്ടുമല്ലോ. രാജയെ ഞങ്ങൾ തേടി കണ്ടുപിടിച്ചാൽ പോരെ? വെട്രി ആകാംക്ഷയോടെ ചോദിച്ചു. വെട്രി, ഇത് നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം പറയുന്നതാണ്. രാജയെ കാണാതായിട്ട് ഇപ്പോൾ 10 വർഷമാകുന്നു. അവനിപ്പോൾ 16 വയസ്സ് കഴിയാറായി. ഇതിനോടകം എന്തെങ്കിലും മാറ്റങ്ങൾ അവനിൽ വന്നിട്ടുണ്ടാകും. നിങ്ങളിൽ ആരെങ്കിലും അവനെ ഇതിനു മുൻപ് നേരിൽ കണ്ടിട്ടുണ്ടോ? പിന്നെ അവിടെ പോയിട്ട് എങ്ങനെയാണ് നിങ്ങളവനെ കണ്ടെത്താൻ പോകുന്നത്? പക്ഷേ എന്നെക്കൊണ്ട് അതിന് സാധിക്കും. അവൻ എത്ര വളർന്നാലും ഏത് ആൾക്കൂട്ടത്തിലും ഞാൻ അവനെ തിരിച്ചറിയും. മറ്റൊരാളെ ഏൽപ്പിക്കുവാനായിരുന്നുവെങ്കിൽ ഞാൻ ഈ ചെലവാകുന്ന പണം അമർദാസിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നുവല്ലോ. ദിവസങ്ങളോളം രാജ അയാൾക്കൊപ്പം ബോട്ടിലുണ്ടായിരുന്നതുമല്ലേ. നമ്മുടെ ജീവിതത്തിലെ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മളെക്കാൾ പൂർണ്ണതയിൽ ചെയ്യുവാൻ നമ്മളെ കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ മറ്റാരെക്കൊണ്ട് സാധിക്കൂ? അതുകൊണ്ട് ഞാൻ അവനെ തേടി പോയേ മതിയാകൂ വെട്രി, അവൾ പറഞ്ഞു നിർത്തി. എങ്കിലും രേഷ്മ എന്തോ പറയുവാൻ തുടങ്ങിയതും റാം അവളെ തടഞ്ഞു. അവൾ പോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകട്ടെ. നമുക്ക് ചുറ്റും ഒരുപാട് സ്വന്തക്കാരും ബന്ധുക്കളുമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അവളുടെ ഈ അവസ്ഥ മനസ്സിലാക്കുവാൻ നമുക്കൊന്നും സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഒന്ന് ഓർത്തു നോക്കിയാൽ മനസ്സിലാകും. അവൾക്ക് ഈ ലോകത്തിൽ രക്തമെന്നുമെന്ന് പറയാൻ ഇനി അവശേഷിക്കുന്നത് അവളുടെ അനുജൻ രാജ മാത്രമാണ്. ഇപ്പോൾ ഞാനായിരുന്നു ആനന്ദിയുടെ സ്ഥാനത്തെങ്കിൽ പണ്ടേക്ക് പണ്ടേ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ പണം സമ്പാദിച്ച് ഓസ്ട്രേലിയയിലേക്ക് കടക്കാൻ ശ്രമിച്ചേനെ. അവളുടെ കൺമുന്നിൽ നമ്മളൊക്കെ അടിച്ചുപൊളിച്ച് നടക്കുമ്പോഴും ഊണും ഉറക്കവുമില്ലാതെ അവൾ ഇങ്ങനെ ഓരോ നാണയത്തുട്ടിനു വേണ്ടിയും രാപ്പകൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടാകും അവളുടെ അനുജനെ ഒന്ന് കാണുവാനും തന്നോട് ചേർത്ത് പിടിക്കുവാനുമെല്ലാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആനന്ദിയുടെ തീരുമാനം എന്തുതന്നെയായാലും നമുക്കാർക്കും അതിനെ എതിർക്കുവാൻ യാതൊരു അവകാശവുമില്ല. റാം പറഞ്ഞത് കേട്ടപ്പോൾ പാട്ടിക്കും രേഷ്മയ്ക്കും വെട്രിക്കും മറുത്തൊരഭിപ്രായം പറയുവാൻ തോന്നിയില്ല. നമ്മളൊക്കെ ആകെ നനഞ്ഞു കുതിർന്നിരിക്കുവല്ലേ. അധികം നേരം ഇങ്ങനെ ഇരുന്ന് പനി വരുത്താതെ വസ്ത്രം മാറുന്നതാവും നല്ലത്. ഞാൻ രേഷ്മയ്ക്ക് മാറുവാനുള്ള ഡ്രസ്സും എടുത്തു വരാം. ആനന്ദി മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മഴ പൂർണ്ണമായി ശമിച്ചിട്ടുണ്ടായിരുന്നു. ആനന്ദിയുടെ കാര്യത്തിൽ എന്താ നിങ്ങളുടെയൊക്കെ അന്തിമ തീരുമാനം? രേഷ്മ അവളുടെ കാര്യം വിടാൻ കൂട്ടാക്കാത്തതുപോലെ ചോദിച്ചു. അവൾ പോയിക്കോട്ടെ രേഷ്മേ. ആനന്ദി എന്ന പേര് നമ്മൾ അവളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം തന്നെ അവളുടെ ആ ലക്ഷ്യമല്ലേ. അപ്പോഴെങ്ങനെ നമുക്ക് അവളെ തടയുവാൻ കഴിയും? പാട്ടി കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതിരിക്കാൻ രേഷ്മയ്ക്ക് കഴിഞ്ഞില്ല. അല്പസമയത്തിനുള്ളിൽ ആനന്ദി ഈറൻ മാറി രേഷ്മയ്ക്കുള്ള വസ്ത്രവുമായി മുറിയിലേക്ക് വന്നു. ആനന്ദിയുടെ നല്ല ചുരിദാറുകളുടെ കൂട്ടത്തിൽ പിങ്ക് നിറമുള്ള ഒന്നായിരുന്നു അത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സാ. ഇതിനി നീ വെച്ചോ. എനിക്ക് ഇതൊക്കെ കൊണ്ടുപോകാൻ കഴിയില്ല. അവൾ ആ ചുരിദാർ രേഷ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ കാരണമല്ലേ ഈ അവസാന നിമിഷത്തിൽ നിനക്ക് ഇത്രയും കുഴപ്പമുണ്ടായത്? സോറി, രേഷ്മ നിറകണ്ണുകളോടെ പറഞ്ഞു. ഞാനിതിനപ്പുറം പ്രതീക്ഷിച്ചതാ പെണ്ണെ. ഇതിപ്പോൾ അതിനരികിൽ പോലും എത്തിയിട്ടില്ല. അഥവാ നീ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ എന്താ? ആ ഗോഡൗണിൽ ഇവർക്കൊപ്പം നീയും എന്നെ രക്ഷിക്കാൻ വന്നില്ലേ? ദാറ്റ്സ് മൈ കുമ്മണ മൂഞ്ചി. രേഷ്മയുടെ തലക്കിട്ട് തട്ടു കൊടുത്തുകൊണ്ട് ആനന്ദ് ചിരിച്ചു. ആനന്ദ്, എനിക്ക് നീ, പാട്ടി, വെട്രി, റാം എല്ലാവരുടെയും കൂടെ ഒന്നിച്ചിരുന്ന് കൊതി തീർന്നിട്ടില്ലടാ. നടക്കുന്ന കാര്യമാണോ എന്നറിയില്ല, എങ്കിലും ചോദിക്കുക. രാജയെ കണ്ടെത്തി കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ കഴിയില്ലേ? ഇതുപോലെ ഇനിയും ഇവൻ്റൊക്കെ നടത്തി വസന്ത നഗറിലൊക്കെ കറങ്ങി പാട്ടിയുടെ അലിഗ്രാമത്തെ തിരുവഴിക്കൊക്കെ പോയി നമുക്ക് അടിപൊളിയായി നടന്നൂടെ? രേഷ്മ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചോദിച്ചു. ആദ്യം ഞാൻ എൻ്റെ രാജയെ കണ്ടുപിടിക്കട്ടെ രേഷ്മേ, ബാക്കിയൊക്കെ പിന്നീട്. ഇപ്പോൾ നീ പോയി ഡ്രസ്സ് മാറ്റ്. നിങ്ങളോട് കൂടിയാ പറഞ്ഞേ. ആനന്ദി റാമിനെയും വെട്രിയും നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. പോടി പൈത്യം പിടിച്ച മൂദേവി. കരുതലോടെ ആനന്ദിയെ ചീത്ത വിളിച്ചിട്ട് റാമിനെയും കൂട്ടി വെട്രി തൻ്റെ മുറിയിലേക്ക് പോയി. നൈറ്റ് പട്രോളിങ്ങിന് പോയ ഗിണ്ടി പോലീസ് സ്റ്റേഷനിലെ മറ്റുള്ള കോൺസ്റ്റബിൾമാർ സ്റ്റേഷനിലേക്ക് തിരികെ എത്തിയിരുന്നു. SI ഫാറൂഖിൻ്റെ വണ്ടിയിലെ വയർലെസ് സെറ്റിൽ നിന്നും പ്രതികരണമൊന്നും ലഭിക്കാതിരുന്നപ്പോൾ അവർ അയാളുടെ ഫോണിലേക്കും കതിർവേലിൻ്റെ ഫോണിലേക്കും പലതവണ വിളിച്ചു നോക്കി. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഒടുവിൽ ഇരുവരുടെയും രാത്രി സഞ്ചാരം നന്നായി അറിയാവുന്ന മറ്റുള്ള പോലീസുകാർ പലയിടങ്ങളിൽ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഗോഡൌണിലേക്കും അവരെ അന്വേഷിച്ചു പോയി. നേരം പുലരുമ്പോൾ രാത്രി മഴയിൽ ചെന്നൈ നഗരമാകെ കഴുകി വൃത്തിയാക്കപ്പെട്ടിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ ചെറു ചായക്കടകൾ ആദ്യവും തൊട്ടു പിന്നാലെ മറ്റുള്ള സ്ഥാപനങ്ങളും തുറക്കപ്പെട്ടു. നിരത്തുകളിലെല്ലാം പതിവ് പോലെ തന്നെ വാഹനങ്ങൾ വന്നു നിറഞ്ഞു. ഫുട്പാത്തിലൂടെ ആളുകൾ തിക്കി സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ പതിവിന് വിപരീതമായി അന്ന് പാട്ടിയുടെ മുറ്റത്ത് കോലം വരച്ചിട്ടുണ്ടായിരുന്നില്ല. ആനന്ദിയുടെ സ്കൂട്ടറും കാശിടലുണ്ട്. നേരം പുലർന്നപ്പോൾ സെറ്റിയിലും കസേരയിലുമൊക്കെയായി പാട്ടിയും ബാക്കിയുള്ളവരും ഉറക്കച്ചടവോടെ TV-യിലേക്ക് മുറ്റുനോക്കിയിരിപ്പാണ്. ഒടുവിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന വാർത്ത വന്നതും ഓരോരുത്തരുടെയും ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഗിണ്ടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഫാറൂഖ് അഹമ്മദിനെയും ജീപ്പ് ഡ്രൈവർ കതിർവേൽ രാമലിംഗത്തെയും ആക്രമിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചയോടെയായിരുന്നു സംഭവം. നൈറ്റ് പട്രോളിങ്ങിനിറങ്ങിയ ഇരുവരും മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ഗിണ്ടി പോലീസ് സ്റ്റേഷനിലെ മറ്റുള്ള പോലീസുകാർ നടത്തിയ തിരച്ചിലിലാണ് ഇരുവരെയും ശരീരമാകെ തല്ലിച്ചതച്ച നിലയിൽ പൂട്ടിക്കിടക്കുന്ന ഗിണ്ടിയിൽ തന്നെ ഒരു ഗോഡൌണിൽ നിന്നും കണ്ടെത്തിയത്. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഇതേ ഗോഡൌണിൽ പോലീസിന്റെ പങ്കോടെ പല അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നതായി മുൻപും പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഈ ഇൻസ്പെക്ടർക്കും ഡ്രൈവർക്കും പങ്കുണ്ട് എന്ന് അന്വേഷിക്കുമെന്ന് സിറ്റി കമ്മീഷണർ ചന്ദ്രശേഖർ അറിയിച്ചു. പോരൂർ രാമചന്ദ്ര ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗത്തിലായി ചികിത്സയിൽ കഴിയുന്ന സബ് ഇൻസ്പെക്ടർ ഫാറൂഖ് അഹമ്മദിൻ്റെയും ഡ്രൈവർ കതിർവേൽ രാമലിംഗത്തിൻ്റെയും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായാൽ ഉടൻ തന്നെ അവരുടെ മൊഴിയെടുത്തേക്കുമെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം.
ചാനൽ അവതാരിക അടുത്ത വാർത്തയിലേക്ക് കടന്നതും വെട്ടി TV മ്യൂട്ടാക്കി. ചാനലുകാർ ഇതിൻ്റെ പിന്നാലെ പോയിക്കഴിഞ്ഞാൽ പോലീസുകാർക്ക് തന്നെ നാണക്കേടാകുമെന്ന് തോന്നിക്കാണും. അതാകും കൂടുതൽ വിവരങ്ങൾ പോലീസുകാർ പുറത്തുവിടാത്തത്, പാട്ടി പറഞ്ഞു. ആ സമയത്ത് ഗേറ്റിന് പുറത്തായി ബേക്കറിയിലെ ബാലാജി അണ്ണൻ്റെ ഓമ്നി വാനിൻ്റെ ഹോണടി കേട്ടു. ഡേ ബാലാജി, ദേ വരുന്നു, പാട്ടി പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് പലഹാരങ്ങൾ അടുക്കി വെച്ച ബോക്സ് എടുക്കാനായി അടുക്കളയിലേക്ക് പോയി. ആനന്ദിയും രേഷ്മയും അവരെ സഹായിക്കാനായി പുറകെ ചെന്നു. റാമും വെട്രിയും കൂടി വരാന്തയിലേക്ക് വന്നപ്പോൾ ബാലാജി അണ്ണൻ റോഡിൽ നിന്ന് അവരെ കൈ ഉയർത്തി കാണിച്ചു. അവർ ഇരുവരും അയാളെ ഒന്ന് ചിരിച്ചു കാട്ടി. പാട്ടിയും ആനന്ദിയും രേഷ്മയും ഓരോ ചെറിയ കാർട്ടൺ ബോക്സുകളുമായി പുറത്തേക്ക് എത്തിച്ചു. അയ്യേ, ഇതെന്താ ഇത്രയും ഉള്ളോ? ആ ബോക്സുകൾ കണ്ടതും അയാൾ ചോദിച്ചു. പോടാ ചെറുക്ക, എന്നെക്കൊണ്ട് ഇത്രയുമൊക്കെ പറ്റുള്ളൂ, പാട്ടി അവരോടൊപ്പം ഗേറ്റിനരികിലേക്ക് നടന്നു ചെന്നുകൊണ്ട് പറഞ്ഞു. പാട്ടി ഈയിടെയായി ഉഴപ്പാണ് കേട്ടോ, അയാൾ ബോക്സുകൾ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങി ഓമ്നി വാനിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. അണ്ണാ, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, ഇനി ഉടനെ ഇങ്ങോട്ടേക്ക് ഉണ്ടാവില്ല, പാട്ടിയിലൊരു ശ്രദ്ധ വേണേ, ആനന്ദി അയാളോട് പറഞ്ഞു. മോള് പോകുവാണോ? എങ്കിൽ പാട്ടി മുറി നോക്കാൻ ആളെ വരട്ടെ. ഇതുപോലെ ഒരു പെൺകുട്ടി ഇടയ്ക്കിടെ കടയിൽ വരുമ്പോൾ നല്ലൊരു സ്ഥലം വേണമെന്ന് പറയാറുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ബാലാജി, നീ ഇപ്പോൾ ചെല്ല്, പാട്ടി അയാളെ പറഞ്ഞു വിട്ടുകൊണ്ട് തിരികെ വീട്ടിലേക്ക് നടന്നു. പത്മിനിയുടെ ഒരു വശത്ത് ചെളി തെറിച്ചിരിക്കുന്നത് കണ്ട പാട്ടി കാറിനരികിലേക്ക് പോയി. അവരുടെ പിന്നാലെ വന്ന ആനന്ദിയും രേഷ്മയും റാമിൻ്റെയും വെട്രിയുടെയും ഒപ്പം വരാന്തയിലേക്ക് പോയിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ പാട്ടി കാറിൻ്റെ ചെളിയെ പറ്റിയ ഭാഗം കഴുകി വൃത്തിയാക്കി. നീ എന്തിനാ ഈ കാറിനുള്ളിൽ തന്നെ ആ ഡയറി വെച്ചത്? ഒരു കോട്ടൺ തുണി കൊണ്ട് പത്മിനി തുടയ്ക്കുന്നതിനിടയിൽ അവർ ആനന്ദിയെ നോക്കി ചോദിച്ചു. പാട്ടിയുടെ വാശിപ്പുറത്തുള്ള ആ ശബ്ദം എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. പിന്നെ പലപ്പോഴും പത്മിനിയെ വെച്ച് ശബ്ദം ചെയ്തതിൽ നിങ്ങൾ പശ്ചാത്തപിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് താത്തയെപ്പോലെ തന്നെ നിങ്ങൾ ഈ കാറിനെയും ഒരുപാട് സ്നേഹിക്കുന്നു. ഇതിനുള്ളിൽ നിങ്ങളൊന്ന് കയറി കിട്ടിയാൽ പിന്നെ ഞാൻ പോയാലും ഈ പത്മിനിക്കുട്ടി നിങ്ങൾക്ക് നല്ലൊരു കൂട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അഥവാ ഇവരൊക്കെ തിരക്കാണെങ്കിലും പാട്ടിക്ക് ബോറടിക്കുമ്പോൾ ഇവളെയും കൊണ്ട് ഒരു റൗണ്ട് അടിക്കാമല്ലോ. അതുപോലെ തന്നെ ഇവളും എത്ര കാലമാണ് ഈ കാർ ഷെഡിൽ ഇങ്ങനെ പുറലോകം കാണാതെ കിടക്കുന്നത്? താത്തയുള്ള കാലത്ത് എന്തോരം നാട് ചുറ്റിയ വണ്ടിയാ, ആനന്ദി പത്മിനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എങ്ങനെയാണ് കേരളത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്? പാട്ടി ആനന്ദിയെ നോക്കി ചോദിച്ചു. ട്രെയിനിന്. നമുക്ക് പത്മിനിയിൽ വിട്ടാലോ? അവരുടെ ചോദ്യം കേട്ട് രേഷ്മയും ആനന്ദിയും വെട്രിയും റാമും പരസ്പരം അത്ഭുതത്തോടെ നോക്കി. പാട്ടി കാര്യത്തിൽ പറയുവാണോ? വെട്രി വിശ്വാസം വരാത്ത രീതിയിൽ ചോദിച്ചു. 607 കിലോമീറ്റർ, രേഷ്മ നൊടിയിടയിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് പറഞ്ഞു. ദൂരമൊന്നും പത്മയ്ക്കൊരു പ്രശ്നമില്ല. ഇനി വന്നാലും നമ്മൾ 5 പേരും ഒന്നിച്ചൊരു യാത്ര പോവുക. ഇവൾ ഓസ്ട്രേലിയയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഞാനൊക്കെ ജീവനോടെ ഉണ്ടാകുമോ എന്ന് ആര് കണ്ടു? നമുക്കൊരു ലോങ് ഡ്രൈവ് പോയാലോ മക്കളെ? പാട്ടി കൈ കെട്ടി പത്നിയിലേക്ക് ചാരി നിന്നുകൊണ്ട് ചോദിച്ചു.